കടമറ്റത്ത് കത്തനാരുടെ കഥകൾ കേരളത്തിൽ കേൾക്കാത്തവർ കുറവാണ്. അദ്ദേഹം ഒരു മാന്ത്രികനായിരുന്നോ അതോ ദൈവീകമായ ശക്തികളുള്ള പുരോഹിതനായിരുന്നോ? പലരും പറയും കത്തനാർക്ക് ദുഷ്ടശക്തികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെന്ന്. ഒരു രാത്രി ദൂരദേശത്തുനിന്ന് ആളുകൾ കത്തനാരെ തേടിയെത്തി. അവരുടെ തറവാട്ടിൽ ഭീകരമായ പ്രേതബാധയാണത്രേ. രാത്രിയിൽ നിലവിളികൾ, സാധനങ്ങൾ തനിയെ നീങ്ങുന്നു, കറുത്ത നിഴലുകൾ മതിലിലൂടെ തെന്നി നീങ്ങുന്നു. ആരും അവിടെ ഉറങ്ങിയിരുന്നില്ല. കത്തനാർ തറവാട്ടിലെത്തി. ആദ്യ രാത്രി തന്നെ അദ്ദേഹം കണ്ടു ഒരു കുട്ടിച്ചാത്തൻ ചിരിച്ചുകൊണ്ട് ഓടുന്നത്. കത്തനാർ മന്ത്രങ്ങൾ തുടങ്ങി. ഇരുട്ടിൽ നിന്ന് ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. അത് അട്ടഹസിച്ചു. ചുവരുകൾ വിറച്ചു, ഭിത്തികളിൽ രക്തം പൊടിഞ്ഞു. പ്രേതം കത്തനാരെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ തണുത്ത കൈകൾ അമർന്നു. കത്തനാർ വിറച്ചു, പക്ഷേ തളർന്നില്ല. മണിക്കൂറുകളോളം പോരാട്ടത്തിനൊടുവിൽ കത്തനാർ പ്രേതത്തെ ഒരു പഴയ മരത്തിലേക്ക് ആവാഹിച്ചു തറച്ചു. ഇന്നും ആ മരത്തിൽ നിന്ന് ചില രാത്രികളിൽ നേർത്ത ഒരു തേങ്ങൽ കേൾക്കാമത്രേ. കത്തനാർക്ക് പോലും പാടുപെടേണ്ടി വന്ന ആ പ്രേതബാധ ഇന്നും ആ നാട്ടിൽ വിറങ്ങലിച്ച ഓർമ്മയായി നിലനിൽക്കുന്നു.